ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാറ്റർ പോപ്പുലി ഫിദലിസ്, ഈ ഒരു സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് വലിയൊരു തലവേദനയായി സഭയ്ക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരള സഭയ്ക്ക്. മാർപ്പാപ്പ ഈ ഒരു ഉത്തരവ് ഇറക്കിയതിന് ശേഷം, ഈ ഒരു തീരുമാനം ലോകത്തോട് സഭയോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം, ഇന്ന് കേരളത്തിലുള്ള ഒട്ടുമിക്ക പുരോഹിതരും, പ്രത്യേകിച്ച് ധ്യാന ഗുരുക്കന്മാർ, മരിയൻ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ, പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ, അതുപോലെ ഡാനിയൽ പൂർണ്ണത്തിലങ്ങച്ചൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി പുരോഹിതരുടെ ന്യായീകരണ വീഡിയോകൾ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് അതിൻ്റെ ലിങ്കുകൾ ഇട്ട് തന്നിട്ട് ഇതൊന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ച സംഭവം തന്നെ. അതായത്, ഇങ്ങനെ ഒരു തീരുമാനം സഭയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമാണ് എങ്ങനെ ഇതിനെ വിശ്വാസികളിൽ നിന്നും വ്യതിചലിപ്പിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ സത്യത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് അവരുടേതായ ആശയങ്ങൾ തുടരാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇവരുടെ ഒരു ഉരുണ്ടുകളിയായിരിക്കും ഇനിയുള്ള കാലത്ത് നടക്കാൻ പോകുന്നത്. ഈ വീഡിയോകളെല്ലാം കണ്ട് മുന്നോട്ട് പോവുകയല്ലാതെ പെട്ടെന്നൊരു പ്രതികരണം വേണ്ട എന്നായിരുന്നു ഒരു തീരുമാനം. പ്രധാനപ്പെട്ട, നമ്മൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയും സമൂഹത്തിനിടയിൽ ആത്മീയമായി നന്നായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ പുരോഹിതരുടെ മിക്ക വീഡിയോകളും ഞാൻ കേട്ടു. അതിലെ 1-2 വീഡിയോകൾ മാത്രം ഞാനൊന്ന് എടുക്കുകയാണ്, അതിനൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 ആശയങ്ങൾ. ഒന്ന്, മാർപ്പാപ്പയെ തള്ളിക്കൊണ്ടാണ് 2 പ്രധാനപ്പെട്ട പുരോഹിതർ മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത്, മാർപ്പാപ്പ തെറ്റുപഠിപ്പിച്ചു, മാർപ്പാപ്പ പാഷണ്ഡത പഠിപ്പിച്ചു എന്ന ആശയമാണ് വളരെ പ്രധാനമായി ഡാനിയൽ അച്ഛനും അതുപോലെ തന്നെ ജോസഫ് അച്ഛനും മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാദം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയൊരു പ്രധാനമായ ഒരു ഉപദേശ രീതി, അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗികമായി പ്രബോധന അധികാരം ഉപയോഗിച്ച് ഒരു പേപ്പൽ ബുൾ, ഒരു രേഖ ഇറക്കി കഴിയുമ്പോൾ അതിന്, അതായത് നമുക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സംശയം തീർക്കുക എന്നുള്ളതാണ് റോമിൽ നിന്നും മാർപ്പാപ്പയിൽ നിന്നും ഇങ്ങനെയൊരു നിർദ്ദേശം വരുന്നത്, വിശ്വാസ തിരുസംഘത്തിൽ നിന്നും ഒരു നിർദ്ദേശം വരുന്നത്. അപ്പോൾ അതങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് വളച്ചൊടിക്കേണ്ട ഗതികേട് ഇവിടെയുള്ള ചില വ്യക്തികൾക്കുണ്ട് എന്നാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷമല്ല, സങ്കടം തന്നെയാണുള്ളത്. വളരെ ചുരുക്കമായ 3 കാര്യങ്ങളാണ് ഈ ഒരു പ്രസ്താവനയിലുള്ളത്. 1, സഹരക്ഷക എന്ന് വിളിക്കരുത്. 2, കൃപയുടെ മാതാവ് എന്ന് വിളിക്കരുത്. 3, മധ്യസ്ഥ, ഏക മധ്യസ്ഥ ക്രിസ്തുവാണ്, ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്, അല്ലാതെ മാതാവ് മധ്യസ്ഥയല്ല. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് വളരെ ചുരുങ്ങിയ രീതിയിൽ ഏതൊരു വിശ്വാസിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. സഹരക്ഷക എന്നൊരു സ്ഥാനം മാതാവിനില്ല, അത് വിളിക്കരുത് എന്നുള്ളത്. രണ്ടാമത്തെ വിശേഷണം നമുക്കറിയാം, കൃപയുടെ മാതാവ്. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കൃപാമാതാവ്, അല്ലെങ്കിൽ കൃപയുടെ ഉറവിടം, കൃപയുടെ മാതാവ് എന്നൊക്കെയുള്ള രീതിയിലുള്ള, കൃപാസനം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന മാതാവിനെയാണ്. അപ്പോൾ അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് കൃത്യമായൊരു പ്രസ്താവന ഇതാ മാർപ്പാപ്പ ഇറക്കിയിരിക്കുന്നു. അപ്പം ഇതിനെല്ലാം ന്യായീകരിക്കാതെ എങ്ങനെ കൃപാസനത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? എങ്ങനെ മരിയൻ പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും? സത്യം പറഞ്ഞാൽ അവരൊക്കെ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം, അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണിത്. പക്ഷേ ഡാനിയൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിൽ ന്യായീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മൾ അവരുടെ വീഡിയോകൾ തന്നെ കണ്ടുകൊണ്ട് നമ്മളൊന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ വീഡിയോകൾ കാണാനായിട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഓഡിയോയിലൂടെ കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ കേൾപ്പിക്കുന്നത് പൊതുവെ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ഒരു മൊബൈലിലൂടെ മാത്രം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇറ്റാലിയൻ ഭാഷയിൽ തിരുസഭ പറഞ്ഞു, മീഡിയാട്രിക്സ് എന്നുള്ള സംഭവം ഇനി നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. മീഡിയാട്രിക്സ് എൻ്റെ മനസ്സിലിരിക്കണ എപ്പോഴും ഒരു സഭ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ്. എത്രയും പറഞ്ഞിരുന്നെങ്കിൽ അത്രയും നമ്മൾ ശക്തരായിരുന്നേനാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ചില അണ്ണന്മാരെങ്കിലും ഈ രക്ഷ ലോകത്ത് സാധിച്ചത് ഈശോ മാത്രമാണെന്നാണ് തിരുസഭയുടെ അടിസ്ഥാന ബോധ്യവും ആദിമസഭയുടെ വിശ്വാസവും നമ്മളുടെ വിശ്വാസവും സഭയുടെ വിശ്വാസവും. ക്രിസ്തു സഭകളെല്ലാം അങ്ങനെയാണ്, അതാണ് അടിസ്ഥാനക്കല്ല്. അപ്പം ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒരു 10-80 ഞാൻ ഓർക്കുന്നുണ്ട്, 86-84 കാലഘട്ടങ്ങളിൽ
മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പം ഈ ഗ്രൂപ്പാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ചില അണ്ണന്മാർ, അച്ഛനാദ്യം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നോർമൽ ലാംഗ്വേജ് ആയിരിക്കാം, അപ്പോൾ മാർപ്പാപ്പേനെയാണോ അണ്ണൻ എന്ന് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല, എന്തുവാട്ടെ ചില ഗ്രൂപ്പുകളാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അച്ഛൻ ഓപ്പണായിട്ട് പറഞ്ഞു. ചിലവർ തെറ്റ് പഠിപ്പിച്ചു, ചില അണ്ണന്മാർ തെറ്റായ ധാരണ ഉണ്ടാക്കി. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ അച്ഛാ, തെറ്റ് പഠിപ്പിച്ച ഗ്രൂപ്പിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി 7 പ്രാവശ്യം സഹരക്ഷക എന്ന് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മാർപ്പാപ്പയായ ജോൺ പോളാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ആശയമുണ്ടോ? ജോൺ പോൾ തെറ്റ് പഠിപ്പിച്ചു, മാർപ്പാപ്പ തെറ്റ് പഠിപ്പിച്ചു എന്നൊരു ആശയമാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? തെറ്റ് പഠിപ്പിച്ച ആ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹമായിരുന്നു. അപ്പം അച്ഛൻ കോമൺ ആയിട്ട് ചിലർ തെറ്റ് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വ്യക്തി സഭയുടെ ഔദ്യോഗികമായ പദവിയിൽ നിൽക്കുന്ന മാർപ്പാപ്പയാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇത് ഒരു ഒന്നാമത്തെ ചിന്തയാണ്. ഇനി അച്ഛൻ പറയുന്ന ബാക്കി കൂടി കേട്ടിട്ട് നമുക്ക് ഒന്ന് മുന്നോട്ട് പോകാം. മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പഠിപ്പിക്കാൻ തുടങ്ങി. അവർ പഠിപ്പിക്കാൻ മാത്രമല്ല ചെയ്തത്, അവര് എല്ലാ വൈദികരെ കൊണ്ട് ഒപ്പിടിച്ച് വത്തിക്കാനിലേക്ക് കൊടുക്കാൻ മെമ്മോറാണ്ടം. ആ ചരിത്രം അറിയുമ്പോൾ മാത്രമേ ഇപ്പോഴത്തെ വിഷയത്തൊക്കെ എല്ലാ വൈദികരൊക്കെ ഉണ്ട്. ഞാനൊക്കെ പണ്ട് ഒപ്പിട്ട് കൊടുത്തതാണ്. അത് നിരുപദ്രവകരമായ ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒപ്പിട്ടാണ്. പക്ഷേ അന്ന് എനിക്ക് അത്രയും തിയോളജിയൊക്കെ ഒരു ബോധ്യമില്ല. 84 അച്ഛനാണോ പറ്റിയാണ് ഇത് പരിപാടി തുടങ്ങിയതെന്നുള്ളത്. അപ്പം അച്ഛനാവുന്ന സമയത്ത് തിയോളജിക്കലി ദൈവശാസ്ത്രപരമായി അത്രയും ബോധ്യമില്ല. അതായത് ചില ആളുകൾ ഗ്രൂപ്പുകൾ പ്രശ്നം ഉണ്ടാക്കി തെറ്റ് പഠിപ്പിച്ചു, മാത്രമല്ല ആ തെറ്റ് സഭയുടെ അടുത്തോട്ട് ഒപ്പ് ശേഖരണമായി, സഹരക്ഷക എന്ന് വിളിക്കണമെന്ന് ഒപ്പ് ശേഖരണമായി ചെന്നു. ഞാനടക്കം, ആര്, ജോസഫ് അച്ഛനടക്കം ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞത് അന്ന് ദൈവശാസ്ത്രപരമായി എനിക്കത്രയും അറിവില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏകദേശം ഏറ്റവും കുറഞ്ഞത് 9 വർഷമെങ്കിലും സെമിനാരിയിൽ പഠിക്കണം ഈ കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു തിരുപ്പട്ട സ്വീകരണത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ 9 മുതൽ 14 വർഷം വരെയുള്ള കാലയളവുകളുണ്ട്. അത് ഓരോ ഇതനുസരിച്ച് വ്യത്യാസമുണ്ട്. എന്തുമാകട്ടെ, നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 9-10 വർഷം എടുക്കുക. ഈ 10 വർഷം തിയോളജിക്കലി പഠിച്ചിട്ടും ദൈവശാസ്ത്രപരമായി മനസ്സിലാക്കിയിട്ടും ഒരു വ്യക്തിക്ക് മാതാവ് സഹരക്ഷകയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ദൈവശാസ്ത്രപരമായ അറിവ് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു സത്യം പറഞ്ഞാൽ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ പുരോഹിതർക്ക് അത്രയും പോലും അറിവില്ല എന്ന ഒരു ആരോപണമാണ് ജോസഫ് അച്ഛൻ വെച്ചത്. അതായത് നമ്മുടെ സെമിനാരിയിലെ പഠനം അത്രത്തോളം പ്രായോഗികമായി ഗുണകരമല്ല. 9-10 വർഷം സെമിനാരിയിൽ പഠിച്ചുകൊണ്ട് യാതൊരു ഗുണമില്ല എന്നൊരു ആരോപണം കൂടിയാണ് അച്ഛൻ വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ദൈവശാസ്ത്രപരമായ കാര്യത്തിൽ അന്ന് അത്ര അറിവില്ലായിരുന്നു. ഓക്കെ, നമ്മളത് വിടുക. ആ കാലത്ത് അറിവില്ലായിരുന്നു, അച്ഛൻ അറിയാതെ ഒപ്പ് ശേഖരിച്ചു കൊടുത്തു, അവർ തെറ്റാണ് പഠിപ്പിച്ചതെന്ന് അച്ഛന് മനസ്സിലായി. എൻ്റെ ക്വസ്റ്റ്യൻ, ഓക്കെ, അങ്ങനെ മനസ്സിലായ കാലത്ത് എപ്പോഴെങ്കിലും അച്ഛൻ ഇത് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ അനേകം വീഡിയോകൾ യൂട്യൂബിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങളായിട്ട് കൃപാസനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് യൂട്യൂബിൽ വീഡിയോ കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ 1 സെക്കൻഡിലെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാൻ ഒപ്പ് ശേഖരിച്ചു കൊടുത്തു, എന്നാൽ സഹരക്ഷക എന്നുള്ളത് ശരിയല്ല എന്ന് ദൈവശാസ്ത്രപരമായി എനിക്കിന്ന് മനസ്സിലായി, അതുകൊണ്ട് അന്ന് ഒപ്പിട്ട് കൊടുത്തത് സങ്കടകരമായി പോയി എന്നുള്ള ഒരൊറ്റ വാക്ക് അച്ഛൻ ഇത്രയും കാലത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ വിശ്വാസ തിരുസംഘത്തിൽ നിന്നും മാർപ്പാപ്പയിൽ നിന്നും ഒരു തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ അവർ തെറ്റാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നത് അത് ശരിയായ നടപടിയല്ലല്ലോ അച്ഛാ. അപ്പോൾ ആ തെറ്റ് പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ അച്ഛനും ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അച്ഛൻ പറയണമായിരുന്നു മാതാവ് സഹരക്ഷകയല്ലെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന് പറയാമായിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ അങ്ങനെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു പ്രസ്താവന തന്നെ ഞാൻ തിരിച്ചെടുക്കും, ഞാൻ ഇതിന് മാപ്പപേക്ഷിക്കുകയും ചെയ്യും. കാരണം ഞാൻ ഇന്ന് വരെ അച്ഛൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടില്ല മാതാവ് സഹരക്ഷകയല്ല, എന്നാൽ സഹരക്ഷകയാണെന്ന് പഠിപ്പിക്കുന്ന അനേക പുരോഹിതരുടെ വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. മാർപ്പാപ്പ വരെ 7 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഈ പറയുന്ന ആശയം എങ്ങനെയെങ്കിലും നമുക്ക് പൊടി തട്ടി എടുക്കാമെന്നല്ലാതെ, കൃപാസനത്തെ എങ്ങനെയെങ്കിലും കുറച്ചു കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാതെ ഒരിക്കലും ഇതിലൊരു ആത്മാർത്ഥതയില്ല, ഒരു സിൻസിയോറിറ്റി ഇല്ല എന്നുള്ളത് കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അച്ഛൻ്റെ ഒരു റെസ്പോൺസും കൂടി ശ്രദ്ധിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അക്കാലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തതാണ് എന്താ മാതാവിന് പിന്നെ എന്താ സംഭവിച്ചിട്ട് അവർ പറയുന്നതിനുള്ള മിസ്റ്റേക്ക് എന്താണെന്നറിയാവോ?
അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയല്ലല്ലോ. ആരാ ക്രൂശിക്കപ്പെട്ടത്? അതാണ്. അതായത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വന്തം ശരീരത്തിലെ പീഡകൾ അനുഭവിച്ച് ബലിദാനമായത് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടി മരിച്ചത് ക്രിസ്തുവാണ്. നമ്മോട് അവൻ്റെ രക്തത്താൽ ഉടമ്പടി സ്ഥാപിച്ചത് ക്രിസ്തുവാണ്. അപ്പം അച്ഛൻ തന്നെ പറഞ്ഞു, മാതാവല്ലല്ലോ നമുക്ക് വേണ്ടി മരിച്ച്. അപ്പം അച്ഛ, എന്തിനാ ഈ മാതാവിനോട് നമ്മൾ ഉടമ്പടി വയ്ക്കുന്നത്? കൃപാസനം മരിയൻ ഉടമ്പടി അതൊരിക്കലും മാതാവിനോടല്ല ക്രിസ്തുവിനോടാണ് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പുസ്തകങ്ങളിലെല്ലാം കിടക്കുന്നത് മരിയൻ ഉടമ്പടി എന്നാണ്. 2, കൃപാസന മാതാവിൻ്റെ നടയിൽ ചെയ്ത ഉടമ്പടി. അപ്പം ഈ ഉടമ്പടി മാതാവിനോടല്ലാതെ പിന്നെ ക്രിസ്തുവിനോടാണെന്ന് അച്ഛൻ എങ്ങനെയാണ് ഈ കല്ല് വെച്ച നുണ ഈ പാവപ്പെട്ട വിശ്വാസികളെ എങ്ങനെ പറ്റിക്കുന്നു എന്നുള്ളതാണ് ഞാനും ചിന്തിക്കുക. ഇനി എന്തുമാകട്ടെ, അച്ഛൻ ഏകദേശം ഈ ഒരു കാര്യത്തെ വിശുദ്ധീകരിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. സഹരക്ഷകയല്ല, ഓക്കെ, നമ്മളത് അംഗീകരിക്കുകയാണ്. മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. അച്ഛൻ, മാർപ്പാപ്പയുടെ നിർദ്ദേശം ഇത് മാത്രമല്ല, വേറെ 2 കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് സഹരക്ഷകയല്ലെന്നും കൃപയുടെ മാതാവെന്ന് വിളിക്കരുതെന്നും എന്നൊരു വിഷയമുണ്ടായിരുന്നു. അപ്പം അതെന്താ അച്ഛാ, ഒരു വാക്കുപോലും പറയാതെ അച്ഛൻ അതിൽ നിന്ന് പതിയെ ഒന്ന് സ്കിപ്പായത് എന്തുകൊണ്ടാണ്? അതായത് കൃപാസന മാതാവെന്ന് വിളിക്കരുത്. കാരണം കൃപാസന മാതാവെന്ന് പറയുമ്പോൾ കൃപാസനം മാതാവാണ് എന്നൊരു തെറ്റിദ്ധാരണ വരും. എന്താണ് കൃപാസനം? കൃപയുടെ സിംഹാസനം, കൃപയുടെ ഉറവിടം. കൃപ ഇരിക്കുന്നത് എവിടെയാണ്? കൃപയുടെ സിംഹാസനം ക്രിസ്തുവാണ്. വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി നമ്മളോട് പ്രഖ്യാപിക്കുന്നു. ഹെബ്രായ ലേഖനം, റോമാലേഖനം, ലേവ്യ പുസ്തകം മുതൽ വിശുദ്ധ ബൈബിൾ നമ്മളോട് കൃത്യമായി പ്രഖ്യാപിക്കുന്ന കാര്യം, കൃപ ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. കൃപാസനം, കൃപയുടെ സിംഹാസനം ക്രിസ്തുവാണ്. വിജയം ഭരിക്കുന്നവൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വെളിപ്പാട് പുസ്തകം പറയുന്നു, ആ സിംഹാസനത്തിലാണ് വിജയം ഭരിക്കുന്നവൻ ഇരിക്കുന്നത്. ക്രിസ്തുവാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ക്രിസ്തു ഇരിക്കുന്ന സിംഹാസനത്തിൽ നിന്നും ക്രിസ്തുവിനെ മാറ്റി കൃപാസന മാതാവിനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണോ അച്ഛാ? അച്ഛൻ എന്തുകൊണ്ടാണ് അത് വളരെ വിദഗ്ധമായി സ്കിപ്പ് ചെയ്യുന്നത്? ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. സഹരക്ഷക എന്ന് പറഞ്ഞ കാര്യം വളരെ വാചാലനായി സംസാരിച്ചു. മാർപ്പാപ്പയ്ക്ക് പോലും തെറ്റുപറ്റി. തെറ്റ് പഠിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ചില അണ്ണന്മാർ തെറ്റ് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനിയായി മാർപ്പാപ്പയുണ്ട് എന്നുള്ളതൊക്കെ. ഇതെല്ലാം പറയുമ്പോൾ അച്ഛൻ എന്തുകൊണ്ടാണ് അച്ഛാ മാർപ്പാപ്പയുടെ വളരെ വ്യക്തമായ തീരുമാനം കൃപയുടെ മാതാവ് എന്ന് വിളിക്കരുത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതിരുന്നത്? പറഞ്ഞ പ്രശ്നമാണ്. നമ്മുടെ ബിസിനസ് മുഴുവൻ പൂട്ടും. കഴിഞ്ഞ കാലങ്ങളിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് പത്രത്തിൽ കിടക്കുന്നത് മുഴുവൻ ഇനി എവിടെ പോയി തിരുത്തും? പുസ്തകങ്ങളിൽ എവിടെ പോയി തിരുത്തും? പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ എവിടെ പോയി തിരുത്തും? പാട്ടുപുസ്തകങ്ങളിൽ എവിടെ പോയി? നോട്ടീസുകളിൽ എവിടെ പോയി? ആ ഉടമ്പടി പത്രികയിൽ നമുക്ക് എവിടെ പോയി തിരുത്താൻ പറ്റും? പറ്റത്തില്ലല്ല അച്ഛാ. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നുണ്ട്. വേറെ വഴിയില്ലല്ലോ. കാരണം ആത്മീയതയല്ല, വിശ്വാസികളുടെ ആത്മീയ നന്മയല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഫിനാൻഷ്യൽ ഗ്രോത്തിനെ മാത്രമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് റോമല്ല, മാർപ്പാപ്പയല്ല, ആര് തീരുമാനമെടുത്താലും എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല. നമ്മളോട് ഇതൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പ്രിയപ്പെട്ട നിങ്ങളുടെ തീരുമാനം എന്നുള്ളത് വളരെ വ്യക്തമായി വീഡിയോയിലും മനസ്സിലായി. കേട്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും കാര്യം എന്താണെന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിനി ഡാനിയൽ അച്ഛൻ്റെ ഒരു വീഡിയോയിലേക്ക് നമ്മളൊന്ന് കടന്നു പോകും. ആ ടൈറ്റിൽ നമ്മൾ ഇനി സഭയിൽ ഉപയോഗിക്കുന്നില്ല. എന്ത്? സഹ രക്ഷിക, കോ റിഡംട്രിക്സ് എന്ന് പറയുന്ന ഒരു കോ റിഡംട്രിക്സ് എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കാൻ പാടില്ല. 1. 2, കൃപാവരങ്ങളുടെ മാതാവ്, മദർ ഓഫ് ഗ്രേസസ്. മനസ്സിലാവുന്നുണ്ടോ? മീഡിയാട്രിക്സ് ഓഫ് ഗ്രേസസ്, കൃപകളുടെ മധ്യസ്ഥ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് 2 ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ചോദ്യം, ഇതാരെ ഉപയോഗിച്ചിരുന്നേ? സഭ ഔദ്യോഗികമായി ഈ ടൈറ്റിലുകൾ ഉപയോഗിക്കണമെന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. സഭയുടെ പ്രബോധനം ഉപയോഗിക്കണമെന്ന് നേരത്തെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ട് ഇപ്പൊ പറയാം ഉപയോഗിക്കരുത്, അങ്ങനല്ല. ഇത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ഇത് പറയാനുണ്ടായ സാഹചര്യം? ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമായിട്ട് സഭയിൽ ഒരുപാട് മരിയൻ മൂവ്മെന്റുകൾ വന്നിട്ടുണ്ട്. മാതാവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആത്മീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ അതിൽ കുറെ അധികം പ്രബോധനങ്ങൾ തെറ്റാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന്, ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാനിയൽ അച്ഛനും പറഞ്ഞു വരുന്ന കാര്യം ഇത് തന്നെയാണ്. 1, കോ റിഡംട്രിക്സ് എന്ന് ഉപയോഗിക്കരുത്. 2,
കൃപയുടെ മാതാവ് എന്നുകൂടെ ഉപയോഗിക്കരുത്. എന്തായാലും നമ്മുടെ ജോസഫ് അച്ഛനേക്കാളും കുറച്ചും കൂടി മുന്നോട്ട് നമ്മുടെ ഡാനിയൽ അച്ഛൻ വരുന്നുണ്ട്. കാരണം ജോസഫ് അച്ഛൻ ഒറ്റ വിഷയമേ പറഞ്ഞിട്ടുള്ളെങ്കിലും ഇവിടെ ഡാനിയൽ അച്ഛൻ 2 വിഷയത്തെയും എടുത്ത് റെസ്പോണ്ട് ചെയ്തുവല്ലോ. വലിയ സന്തോഷമുണ്ട് അച്ഛ. അച്ഛനൊരു വലിയ നന്ദി ആദ്യമേ പറയുക. എന്തായാലും അച്ഛൻ പറഞ്ഞു, നമ്മളത് പഠിപ്പിച്ചിട്ടില്ല, സഭ അത് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ ആരാ പഠിപ്പിച്ചത്? ആരും അത് പഠിപ്പിച്ചിട്ടില്ല. അതായത് പ്രബോധന അധികാരം ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അച്ഛ ശരിയാണ്, സത്യമാണ്. നമ്മളങ്ങനെ പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ സഭ പഠിപ്പിക്കാത്തത് ഇവിടെ ഏതെങ്കിലും പുരോഹിതർ പഠിപ്പിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അച്ഛ? നമ്മൾ എന്താണ് അതിന് ചെയ്യുക? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂട്യൂബുകളിൽ ഇന്നും കിടക്കുകയാണ് ഔദ്യോഗികമായ ധ്യാന ഗുരുക്കന്മാരുടെ പുരോഹിതന്മാരുടെ വീഡിയോകൾ കിടക്കുകയാണ്. മാതാവ് സഹരക്ഷകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ക്ലാസ് എടുത്തിരിക്കുന്ന വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ കിടക്കുക. അപ്പം അച്ഛാ, അത് സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടില്ല, ഓക്കെയാണ്. ഇവിടെ ചില ആളുകൾ തെറ്റുപഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ആ ചില ആളുകൾ തെറ്റുപഠിപ്പിച്ചതിൽ ഒരാൾ മാർപ്പാപ്പയാണ്, ജോൺ പോളാണ്. അപ്പം ജോൺ പോൾ മാർപ്പാപ്പ പഠിപ്പിച്ചത് തെറ്റാണെന്നാണ് അച്ഛൻ പറയുന്നതെങ്കിൽ, അച്ഛൻ പറയാതെ പറയുന്നത് മാർപ്പാപ്പ പാഷണ്ഡത പഠിപ്പിച്ചു അല്ലെങ്കിൽ പാഷണ്ഡത പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തുകയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ 7 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ആ തെറ്റു പഠിപ്പിച്ച ചില ആളുകളിൽ ആരുണ്ട്? മാർപ്പാപ്പ കൂടി ഉണ്ട്. അച്ഛൻ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ചുരുങ്ങിയൊരു ആരോപണമല്ല, വളരെ ഗൗരവപൂർണമായ ഒരു ആരോപണമാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ അച്ഛനോടുള്ള ചോദ്യവും, അങ്ങനെ തെറ്റ് പഠിപ്പിച്ചിരുന്നെങ്കിൽ അച്ഛന് തിരുത്താമായിരുന്നല്ലോ. അച്ഛൻ എവിടെയെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ സഹരക്ഷകയല്ല എന്നുള്ളത്? ഞാൻ അച്ഛൻ്റെയും വീഡിയോ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛൻ്റെ വീഡിയോയിലും ഒരൊറ്റ സ്ഥലത്ത് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എവിടെയെങ്കിലും സഭ പഠിപ്പിച്ചിട്ട് തിരുത്തുകയാണെങ്കിൽ അത് തെറ്റ് തിരുത്തുകയാണ്, ഓക്കെ ഇത്രയും കാലം ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടാണ് സഭ ഇപ്പം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതെന്ന് ചോദിച്ചാൽ, സഭയിലെ ആളുകൾ പോലും പരസ്യമായി ഇങ്ങനെ പ്രസ്താവനകളും പഠനങ്ങളും നടത്തി എന്നുള്ളത് അച്ഛൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇതിന് ഭയങ്കരമായ റെസ്പോൺസിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തപ്പോൾ, ഇതിനൊരു ന്യായീകരണ വീഡിയോ ചെയ്തപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് സത്യബോധ്യങ്ങൾ ലഭിക്കണം എന്നുള്ളതായിരിക്കാം അച്ഛൻ്റെ ആത്മീയമായ ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അതായത് വിശ്വാസികളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്, സത്യത്തിൻ്റെ ബോധ്യം അവർക്ക് ലഭിക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ ആത്മാർത്ഥമായ ലക്ഷ്യം. അങ്ങനെയാണ് എങ്കിൽ അതിൽ നമുക്ക് 100% ആത്മാർത്ഥമാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റു പഠിപ്പിച്ചവർക്കെതിരെ ഒരു വാക്കെങ്കിലും അച്ഛന് പറയാമായിരുന്നു. അച്ഛനത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം സഹരക്ഷക എന്ന് ഉപയോഗിച്ചത് ശരിയല്ലെന്ന് തങ്ങളുടെ പ്രസംഗത്തിൽ ഒരു പ്രാവശ്യം പോലും പറയാൻ കൂട്ടാക്കാത്ത വ്യക്തികൾ മാർപ്പാപ്പ ഇങ്ങനെ ഒരു പ്രസ്താവന വെച്ചപ്പോൾ അതിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വരുന്നതിൻ്റെ ഛേദോവികാരം എന്തെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അതായത് ഒരു പ്രാവശ്യമെങ്കിലും ഈ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് വീണ്ടും ഇത് അയ്യോ സോഷ്യൽ മീഡിയകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, അതുകൊണ്ട് ഇതാണ് സത്യമെന്ന് അച്ഛൻ ഡാനിയൽ അച്ഛൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വളരെ റെസ്പെക്റ്റോടുകൂടെ ഞാൻ ആ വീഡിയോനെ കണ്ടേനെ. പക്ഷെ ഒരു പ്രാവശ്യം പോലും സഹരക്ഷകയല്ല എന്ന് പറയാത്ത നിങ്ങളെപ്പോലെയുള്ളവർ, മാത്രമല്ല അച്ഛൻ്റെ പ്രബോധനം ഞാൻ എടുക്കുന്നുണ്ട് അടുത്തത്. അച്ഛൻ്റെ ഒരു ക്ലാസ് തന്നെ എടുക്കാം നമുക്ക്. അപ്പോൾ ആ ക്ലാസ്സിൽ അച്ഛൻ പറയുന്ന 1-2 വിഷയങ്ങൾ കൂടെ നമ്മളൊന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഇത്രയും പ്രശ്നം അതിനകത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോൻ്റെ തന്നെ ബാലൻസ് കുറച്ചും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. തെറ്റാണ്. ചില ആളുകൾ ഇങ്ങനെ പഠിപ്പിച്ചു, മാതാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പോലെ ഒരു ദൈവമാണ് എന്ന് പഠിപ്പിച്ച പ്രബോധനം ചില ആളുകൾ പഠിപ്പിച്ചു. അത് സഭ വിലക്കി. അങ്ങനെയില്ല. മാതാവ് ദൈവമാണോ? മാതാവ് ഒരു മനുഷ്യ സൃഷ്ടി മാത്രമാണ്. പക്ഷെ ആ സൃഷ്ടിയെ ദൈവം ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തി. മാതാവ് സ്രഷ്ടാവല്ല, സൃഷ്ടി മാത്രമാണ്. അപ്പൊ അതൊരു അബദ്ധ പ്രബോധനമായിരുന്നു. തൃത്വം കഴിഞ്ഞാൽ ചിലർ പറഞ്ഞു തൃത്വത്തിലെ ഒരാളാണ് ആര്? പരിശുദ്ധമ്മ. അങ്ങനെയും പറഞ്ഞു തൃത്വത്തിലെ ഒരാളാണ് ആര്? പ്രബോധനങ്ങളുമായിട്ട് വന്നു. കേട്ടല്ലോ. 1. 2 വേറെ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും. അത് കേരളത്തിലും പലയിടങ്ങളിൽ ചിലരൊക്കെ പഠിപ്പിക്കാൻ കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ് പരിശുദ്ധമ്മ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും തെറ്റാണ്. ജ്ഞാനം പെർസോണിഫൈഡ് ആണ് പരിശുദ്ധമ്മ. ഈ ജ്ഞാനം സൃഷ്ടിയിൽ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ജ്ഞാനമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നൊക്കെ ജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, പ്രഭാഷകനിലും അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങളിലും പറയുന്ന ജ്ഞാനം സ്ത്രീയോട് ഉപമിക്കുന്ന ജ്ഞാനത്തെ പരിശുദ്ധമ്മയായിട്ട് കണ്ടിട്ട് പ്രബോധിപ്പിച്ച ഒരു പ്രബോധനമുണ്ട്. അതും തെറ്റാണ്. അച്ഛൻ പറഞ്ഞു വരുന്നതാണ് അബദ്ധ പ്രബോധനം നടത്തി. എന്തൊക്കെയാണ്? ട്രിനിറ്റിയിലെ ഒരു അംഗമാണ് മാതാവ് എന്നുള്ള അബദ്ധ പ്രബോധനമുണ്ട്.
അതുപോലെ ജ്ഞാനം ആണ് മാതാവ് എന്ന ഒരു അബദ്ധ പ്രബോധനമുണ്ട്. എന്തായാലും അച്ഛൻ ഇപ്പോൾ ഈ വീഡിയോയിൽ അത് പരസ്യമായി പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം അച്ഛാ, എൻ്റെ ഒരു റിക്വസ്റ്റ്, അതായത് ജ്ഞാനമാണ് മാതാവ് എന്ന് പഠിപ്പിച്ചത് തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും പറയാൻ അച്ഛൻ ധൈര്യം കാണിച്ചല്ലോ. നമ്മുടെ ലുത്തിനിയയിൽ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ജ്ഞാനമായ മാതാവ് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടം മാതാവ് എന്ന അർത്ഥം വരുന്ന ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ദയവ് ചെയ്ത് അച്ഛൻ ലുത്തിനിയെ ചൊല്ലുമ്പോൾ ഇത് തെറ്റാണ് എന്നുകൂടെ പഠിപ്പിക്കണം. അച്ഛൻ എന്തായാലും അച്ഛൻ്റെ ധ്യാനങ്ങൾക്ക് ലുത്തിനിയെ ചൊല്ലുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം നമുക്കൊന്ന് ഒഴിവാക്കണം. 2, കൃപയുടെ മാതാവേ എന്നുകൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ലുത്തിനിയയിൽ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റാണ് എന്നുള്ളത് ഒന്ന് റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇവരൊക്കെ തെറ്റ് പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ പഠിപ്പിച്ച ഒരു തെറ്റായിരുന്നു എന്ത്, സഹരക്ഷക എന്നുള്ളത് അച്ഛൻ തന്നെ സമ്മതിച്ചു. ഇനി നമുക്ക് എങ്ങനെ ഈ കാര്യത്തെ എടുക്കാം എന്നുള്ളത് കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണമല്ലോ. അതായത് ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതും. അപ്പോൾ അതുകൂടെ അച്ഛനൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ചില മരിയൻ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ ചില അബദ്ധ പ്രബോധനങ്ങളുമായിട്ട് വന്നു കേട്ടല്ലോ. 1, 2 വേറെ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും. അത് കേരളത്തിൽ പലയിടങ്ങളിൽ ചില മരിയൻ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന അബദ്ധ പ്രബോധനങ്ങൾ. അപ്പോൾ ജോൺ പോൾ കൊണ്ടുവന്ന അബദ്ധ പ്രബോധനം എന്ന അർത്ഥത്തിലാണ് അച്ഛൻ പറഞ്ഞതേ. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കേൾക്കാം. ഈ ടൈറ്റിൽ വേണ്ട, ക്ലിയർ ആയോ? നമ്മളെ രക്ഷിച്ചത് യേശുവാണ്, അതിനകത്ത് വേറെ ആർക്കും ഒരു റോളുമില്ല. രക്ഷയെ സഹകരിച്ചവരുണ്ട്, പക്ഷേ രക്ഷയുടെ സമ്പൂർണ്ണ അവകാശം ആർക്കാണ്? യേശുവിനാണ്. പക്ഷേ ഈ രക്ഷ നമുക്ക് വിതരണം ചെയ്യുന്ന ഏറ്റവും നല്ല ഉത്തമമായ ഒരു ഏജൻസിയാണ് ആര്? പരിശുദ്ധ അമ്മ. ഈ രക്ഷ നമുക്ക്, ഈ കൃപ നമുക്ക് വാങ്ങിത്തരുന്ന, മനസ്സിലായി? 2 വ്യത്യാസം മനസ്സിലായോ? അതുകൊണ്ട് ഈ ടൈറ്റിലുകൾ ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ പരിശുദ്ധ അമ്മയോട് ഇനി മേലാൽ നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കരുത് എന്ന് സഭ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്ലിയർ ആക്കി. എനിക്ക് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളുക. അതായത് ഈ ടൈറ്റിൽ ഉപയോഗിക്കരുത്. ഏത് ടൈറ്റിൽ? സഹരക്ഷക എന്ന ഈ ടൈറ്റിൽ ഉപയോഗിക്കരുത്, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി രക്ഷയ്ക്ക് മാതാവ് എന്താണ് ചെയ്തത് എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഇത് നമുക്ക് നേടിത്തരുന്ന പ്രധാനപ്പെട്ട ഏജൻസി അതാരാണ്? അത് മാതാവാണ്. അതായത് സഹരക്ഷക എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ ടൈറ്റിൽ ഉപയോഗിച്ച് മുന്നോട്ട് വരുമ്പോൾ, ബാക്കിയുള്ള പ്രബോധനപരമായ കാര്യങ്ങളേക്ക് വരുമ്പോൾ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. രക്ഷ നമുക്ക് നേടിത്തന്നത് മാതാവാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകും. അതുകൊണ്ട് സഹരക്ഷക എന്നൊരു ടൈറ്റിൽ മാത്രം നമ്മൾ ഉപയോഗിക്കരുത്. പക്ഷെ ഫലത്തിൽ അതങ്ങനെ തന്നെയാണ്. എന്നിട്ട് പറയുകയാണ്, സഹരക്ഷക എന്ന ടൈറ്റിൽ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ എന്ത് മനസ്സിലാക്കിക്കോണം? ഈ രക്ഷ നമുക്ക് നേടിത്തരുന്ന പ്രധാനപ്പെട്ട ഏജൻസി മാതാവാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അയ്യോ, നിങ്ങൾ അതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ ഏജൻസി മെയിനായിട്ട് അതാണ്, അത് ക്രിസ്തു ഒന്നുമല്ല, അത് മാതാവ് തന്നെയാണ്. നിങ്ങൾ അതിന് മാതാവിൻ്റെ അടുത്താണ് ചെല്ലേണ്ടത് എന്ന് അച്ഛൻ പഠിപ്പിച്ചു വയ്ക്കുക. എന്താ സന്തോഷമല്ലേ? അതായത് ഒരു കമ്പനി അവരുടെ സ്റ്റാഫിനോടൊരു നിർദ്ദേശം പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങളുടെ യൂണിഫോം പാൻറ് വേണ്ട, നിക്കർ മതി. പാൻറ് വേണ്ട, നിക്കർ മതി. അപ്പോൾ സ്റ്റാഫുകൾക്കൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി. അയ്യോ, ഇത് പാൻറ് ഇടേണ്ട സമയത്ത് നിക്കർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു നേതാവ് പറഞ്ഞു കൊടുക്കുക, കമ്പനി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, പാൻറ് വേണ്ട, നിക്കർ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിക്കറിന് എന്തോരം നീളം വേണം എന്നുള്ളത് ആര് പറഞ്ഞിട്ടില്ല? കമ്പനി പറഞ്ഞിട്ടില്ല. നിക്കറിന് നീളമാകാം, അത് കാൽപാദം വരെ ആയാലും കുഴപ്പമില്ല. അയ്യോ, അതിപ്പോൾ കാൽപാദം വരെ വന്നു കഴിഞ്ഞാൽ അതിന് പാൻറ് എന്നല്ലേ വിളിക്കുന്നത്? അല്ലല്ലല്ല, അങ്ങനെ വിളിക്കരുത്. അതിന് നിക്കറിന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. അതായത് വിളിക്കുന്നത് നിക്കറിന്ന് വിളിച്ചാൽ മതി, പക്ഷേ നീളം എത്രത്തോളം വേണമെങ്കിലും ആകാം എന്ന ഒരു അബദ്ധ രീതിയല്ലേ അച്ഛനിപ്പോൾ പറഞ്ഞത്? എനിക്കതാ മനസ്സിലായത്. അതായത് സഹരക്ഷക എന്ന ടൈറ്റിൽ നിങ്ങൾ ഉപയോഗിക്കരുത്, പക്ഷെ ഫലത്തിൽ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ, എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, എന്തൊക്കെയാണോ നിങ്ങളുടെ ബോധ്യം, അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ, അതിന് മാറ്റമൊന്നുമില്ല. ഈ പറയുന്ന രക്ഷ നമ്മിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസി മാതാവ് തന്നെയാണെന്നാണ് അച്ഛൻ പറഞ്ഞു വെച്ചത്. അച്ഛൻ എബ്രായ ലേഖനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്, നമുക്ക് രക്ഷ നൽകുന്ന കൃപാസനം ക്രിസ്തുവാണെന്നാണ്. വിശുദ്ധ ബൈബിൾ മുഴുവൻ നമ്മളോട് പറയുന്നത് രക്ഷ നൽകുന്നവൻ ക്രിസ്തുവാണ്. റോമാലേഖനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക, നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ യേശുവിലാണ് ആശ്രയിക്കേണ്ടത്. യേശുവാണ് ആ ഏജൻസി നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് നൽകുന്നത്. റോമാലേഖനം 8-1 പറയുന്നു, ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയില്ല, അവൻ രക്ഷയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം എല്ലാ ദൈവവചനവും നമ്മളോട് പറയുന്നത് രക്ഷയ്ക്ക് ആധാരം ക്രിസ്തു മാത്രമാണ്.
രക്ഷയ്ക്ക് നീ ചെല്ലേണ്ടത് ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ്. ഒരേ ഒരു ഏജൻസി, വേറെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഏജൻസിയും ഇല്ല ക്രിസ്തു അല്ലാതെ എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, യഥാർത്ഥ നാമമായ ക്രിസ്തു യേശുവിൻ്റെ നാമം. അവിടെ മാതാവിനെ ആ ഏജൻസിയുടെ കേസിൽ പറയുന്നില്ലല്ലോ അച്ഛാ. അപ്പം അച്ഛൻ എന്തിനാണ് അവിടെ മാതാവിനെ തിരികെ കയറ്റുന്നത്? ആ ഏജൻസി മാതാവാണെന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ നിക്കറിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയല്ലേ? സത്യം പറഞ്ഞാൽ വലിയ സങ്കടമുണ്ട് അച്ഛാ. കാരണം നിങ്ങൾക്കിങ്ങനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്നല്ലോ എന്നോർക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്, വലിയ വേദനയുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങൾക്കിങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് യാതൊരു വിധത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തു തന്നെയാകട്ടെ, കാലം നമ്മളെ ഈ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് സത്യം. വിശുദ്ധ ബൈബിളിനെ താഴ്ത്തിക്കെട്ടി തുന്നിക്കെട്ടിയ പുസ്തകമെന്ന് പറഞ്ഞ നാൾ മുതൽ, വിഗ്രഹത്തിനെതിരെ പറഞ്ഞ വാക്കിൽ നിന്നും വിഗ്രഹത്തിന് അനുകൂലമായ വാക്ക് പറഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയുള്ള അച്ഛൻ്റെ പ്രബോധനങ്ങളിൽ അച്ഛന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പറഞ്ഞത് മുഴുവൻ തിരുത്തി പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് പറഞ്ഞു വെച്ചത് മുഴുവൻ തിരുത്തി പറയേണ്ട ഒരു ഗതികേട് അതൊരു സുവിശേഷകന് വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തു തന്നെയായാലും അച്ഛൻ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ കൃപയുടെ മാതാവ്, കാരണം മാർപ്പാപ്പയുടെ ഈ തീരുമാനം ജനങ്ങൾ തെറ്റിദ്ധാരണയിലേക്ക് വരാതിരിക്കാൻ ആത്മാർത്ഥമായി കൃത്യമായൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പം അപ്പോൾ ഏതൊക്കെ അഭിധാനങ്ങളിലാണ് തെറ്റുള്ളത്, ആ തെറ്റുള്ളതെല്ലാം നമ്മൾ തിരുത്തണം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്ന ചില പാട്ടുകളിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തിരുത്താൻ അച്ഛൻ മുന്നോട്ട് വരും, ധൈര്യം കാണിക്കും, ആത്മാർത്ഥത കാണിക്കും, ജനങ്ങളെ രക്ഷിക്കുമെന്നൊരു വിശ്വാസവും പ്രത്യാശയും ഒക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അച്ഛൻ്റെ ജസ്റ്റ് ഒരു വീഡിയോയുടെ ടൈറ്റിലും കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നമ്മളിത് അവസാനിപ്പിക്കുക. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതി അച്ഛൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോ, അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: മാതാവിനെ മാറ്റി നിർത്തി രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അതായത് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് മാതാവിനെക്കുറിച്ചുള്ള ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏകദേശം 32 മിനിറ്റോളമുള്ളൊരു ക്ലാസ്സിൽ അച്ഛൻ അതിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് മാതാവിനെ മാറ്റി നിർത്തി രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ മാതാവിനെ മാറ്റി നിർത്തി രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയാതെ പറയുന്നൊരു കാര്യം ഇതാണ്: മാതാവ് സഹരക്ഷകയാണ്. കാരണം മാതാവിനെ മാറ്റി നിർത്തിയിട്ട് രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ പറ്റില്ല. ആ രക്ഷയ്ക്ക് മാതാവ് കൂടെ ആധാരമാണ്. മാതാവിനെ മാറ്റി നിർത്തിയാൽ രക്ഷയുടെ പൂർണ്ണത നിനക്ക് ലഭിക്കത്തില്ല. മാതാവ് കൂടെ ഉണ്ടായാലേ രക്ഷയുടെ പൂർണ്ണത നിനക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ആ സഹരക്ഷകയാണ് മാതാവ് എന്ന് അച്ഛൻ തന്നെ പറഞ്ഞു വെച്ചു. ഇത്രയും പെട്ടെന്ന് സഭയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛൻ കഴിയുമെങ്കിൽ ഡേറ്റ് കൃത്യം ഓഗസ്റ്റ് 15-ാം തീയതി പബ്ലിക് ചെയ്തിരിക്കുന്നത്, പറ്റുമെങ്കിൽ ആ ടൈറ്റിലൊന്ന് മാറ്റുക. ഈ പറഞ്ഞിരുന്ന വീഡിയോകളിലൊക്കെ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ടൈറ്റിലൊന്ന് മാറ്റുക. അല്ലെങ്കിൽ ഇനിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. യാതൊരു വിധത്തിലും ഒരു പ്രശ്നവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. കാരണം ലക്ഷ്യം ഏതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. വിശ്വാസികളുടെ ആത്മാവിനെ രക്ഷയാണോ നമ്മുടെ ലക്ഷ്യം? അതെയോ നമ്മൾ പറഞ്ഞു വെച്ചതും നമ്മൾ ചെയ്തു വെച്ചതും നമുക്ക് ലഭിക്കുന്ന ലൗകികമായ അനുഗ്രഹങ്ങളും ഭൗതികമായ പേരും നന്മകളും മാത്രമാണ് പ്രത്യാശിക്കുന്നതെങ്കിൽ അച്ഛാ എല്ലാം അങ്ങനെ തന്നെ കിടന്നോട്ടെ, യാതൊന്നും തിരുത്തണ്ട, ഒന്നും പറയണ്ട. പക്ഷെ അല്ല എങ്കിൽ നമ്മളിതൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം. കാരണം ജനങ്ങളെ, വിശ്വാസികളെ വഞ്ചിക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഈ എളിയ അനിയൻ്റെ ഒരു എളിയ റിക്വസ്റ്റാണ്. കഴിയുമെങ്കിൽ മാത്രം അച്ഛനത് ചെയ്യുക. എന്തായാലും മാതാവിനെ മാറ്റി നിർത്തി രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അച്ഛൻ, ജ്ഞാനം മാതാവാണെന്നുള്ളത് തെറ്റാണ് എന്ന് വ്യക്തമായി പറഞ്ഞ അച്ഛൻ, ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത് 7 പ്രാവശ്യം പറഞ്ഞത് തെറ്റാണെന്ന് പറയാതെ പറഞ്ഞ അച്ഛൻ, എന്തായാലും ഇത്തവണ മാർപ്പാപ്പയുടെ നിർദ്ദേശം വന്നപ്പം സോഷ്യൽ മീഡിയകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അച്ഛൻ ഇക്കാര്യത്തിൽ കൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുമാകട്ടെ, അവസാനമായി ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടെ കണ്ടിട്ട് നമ്മളിത് അവസാനിപ്പിക്കുക. അതായത് കത്തോലിക്ക തിരുസഭ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴും ഉണ്ടാകാത്ത ഒരു മാധ്യമ ശ്രദ്ധ എന്തുകൊണ്ട് ഇതിനുണ്ടായെന്ന് ചോദിച്ചാൽ സാത്താൻ അറിയാം, ഒരു കലക്കം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇത്. കത്തോലിക്ക തിരുസഭ വേറെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു, കേരളത്തിൽ ഒറ്റ മീഡിയ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. എന്താ റിപ്പോർട്ട് ചെയ്യാൻ? പിശാചിന് നല്ലപോലെ അറിയാം. കലക്കാൻ പറ്റിയ സാധനമാണ് ഇത്. ഈ പ്രസ്താവന വളരെ
ആകർഷണീയമായ ഒരു പ്രസ്താവനയാണ്. അതായത് കലക്കാൻ പറ്റിയ സാധനമാണ് ഇതെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് കത്തോലിക്ക തിരുസഭ എത്രയോ പ്രസ്താവനകൾ ഇറക്കി. വിശ്വാസത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എത്ര കാര്യങ്ങൾ ഇറക്കി. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ആരും ആഘോഷമാക്കിയില്ല, പത്രങ്ങൾ ഇത് വാർത്തയാക്കിയില്ല, ഇത് ലോകം ഏറ്റെടുത്തില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ ഈ വിഷയം ഏറ്റെടുത്തു. എന്തുകൊണ്ട്? ഇതാണ് കലക്കാൻ പറ്റിയ സാധനം. അച്ചാച്ചൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അച്ഛൻ്റെ പ്രസ്താവന എന്താണെന്നറിയാമോ? യേശുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ, അത് മീഡിയയിൽ വാർത്തയായിക്കൊള്ളട്ടെ, ഇതാർക്കും ഒരു പ്രശ്നമില്ല, വിശ്വാസികൾ അനങ്ങില്ലെന്ന്, ഇത് കലക്കാൻ പറ്റില്ലെന്ന്. അതിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇനി യേശു ദൈവമല്ല എന്ന് പറഞ്ഞാലും യേശു ദൈവമാണ് എന്ന് പറഞ്ഞാലും ഇതൊന്നും ക്രിസ്ത്യാനിയെ, പ്രത്യേകിച്ച് കത്തോലിക്കരെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല, കലക്കേണ്ട ഒരു കാര്യമില്ല. അത് നമ്മുടെ രോമത്തമ്മ പോലും തൊടൂല. പക്ഷെ മാതാവിൻ്റെ കാര്യത്തിൽ തൊട്ട കത്തോലിക്കൻ ഇളകും. അതാണ് സാത്താൻ അറിയാവുന്നത്. കലക്കാൻ പറ്റിയ വിഷയം ഇതാണ് എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ടാണ് ഈ വിഷയം ലോക ശ്രദ്ധ നേടുവാൻ സകല മാധ്യമങ്ങളും എടുത്തു വെച്ച് ഇത് ബൂസ്റ്റ് ചെയ്തത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. വളരെ കൃത്യമായ നിഗമനം, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നിഗമനം. അതായത് കത്തോലിക്ക വിശ്വാസികളെ കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു നിഗമനമാണ് അച്ഛനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിഗമനം? യേശുവിനെ തൊട്ടാലും, വിശുദ്ധ ബൈബിളിനെ തൊട്ടാലും, വിശ്വാസ പാരമ്പര്യങ്ങളെ മുഴുവൻ തൊട്ടാലും അനങ്ങാത്ത കത്തോലിക്കൻ, തെരുവിലിറങ്ങാത്ത കത്തോലിക്കൻ, പരസ്യമായി ആരെയും എതിർക്കാത്ത, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, വേദനിക്കാത്ത കത്തോലിക്കൻ മാതാവിനെ തൊട്ട വേദനിക്കും. മാതാവിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ അവൻ ഇറങ്ങും. കാരണം ആരാണ് നമ്മുടെ ദൈവം? കത്തോലിക്കന്റെ ആശ്രയം ആരാണ്? ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ഹൃദയത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യം, ദൈവസ്നേഹം ആരോടാണ് എന്നുള്ളത് അച്ഛനിവിടെ പറയാതെ പറഞ്ഞു വയ്ക്കുക. കലക്കാൻ പറ്റിയ സാധനമാണിതെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. കറക്റ്റാണ് അച്ഛാ. വിശ്വാസികളുടെ ഹൃദയത്തെ അറിയാവുന്നവനാണ് പിശാച്. അപ്പോൾ അച്ഛൻ എന്തായാലും ഒരു കാര്യം വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരള കത്തോലിക്കർ യേശുവിനേക്കാൾ അധികമായി മാതാവിനെ സ്നേഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ മറ്റേത് തലത്തേക്കാൾ അധികമായി മാതാവിനോടുള്ള ബഹുമാനവും ആരാധനയും മറ്റ് പലതുമാണ് ഇന്ന് സഭയിൽ നിറമാടുന്നത് എന്ന് വ്യക്തമായി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് കലക്കാൻ പറ്റിയ സാധനം എന്ന് പിശാചിന് മനസ്സിലാക്കി പിശാച് തകർക്കുന്നത്. എന്തായാലും അച്ഛൻ്റെ നിഗമനത്തോടെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കേൾവിക്കാർക്കൊരു കാര്യം മനസ്സിലായി, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മിണ്ടാത്ത, അനങ്ങാത്ത, മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ അനങ്ങുന്ന കത്തോലിക്കരാണ് എന്ന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ധ്യാനഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് കാര്യം വളരെ വ്യക്തമാണ്. എഫേസസ് സൂനകദോസിലൂടെ ദൈവമാതാവ് എന്ന പ്രസ്താവനയിലൂടെ സഭയെ രണ്ടായി പിളർത്താൻ സാധിച്ചെങ്കിൽ പിന്നീട് അങ്ങോട്ട് സഭയുടെ ഓരോ വിഭജനത്തിൻ്റെ കാരണവും ഇത് തന്നെയാണെങ്കിൽ കലക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെ ആയിരിക്കുമെന്ന ഭയമാണ് കഴിഞ്ഞ കുറേ ദിവസം ഞാൻ ചിന്തയിലാകുന്നത്, ഞാൻ ആകുലപ്പെടുന്നത്. എന്ത് തന്നെയാകട്ടെ, രണ്ടുപേരോടും, ഒത്തിരി പേരെ പുരോഹിതന്മാരുടെ വീഡിയോകൾ എനിക്ക് കിട്ടി. ഈ പ്രധാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛനോടും ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛനോടും എൻ്റെ റിക്വസ്റ്റ് ഇതാണ്: ഇങ്ങനെ ഇനി സഭയിൽ ജനങ്ങൾ തെറ്റിദ്ധാരണകളുള്ള വിഷയങ്ങളെങ്കിലും നിങ്ങളെടുത്ത് സംസാരിക്കണം. അത് മാർപ്പാപ്പയുടെ ഒരു പ്രസ്താവന വരുമ്പോഴല്ല. നമുക്ക് ഔദ്യോഗികമായി ദൈവശാസ്ത്രപരമായി പണ്ട് അറിവില്ലായിരുന്നു. അറിവ് ലഭിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ലഭിച്ച കാലത്ത് മാർപ്പാപ്പയുടെ പ്രസ്താവനത്തേക്ക് കാത്തു നിൽക്കാതെ ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ കത്തോലിക്കരായ നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം ലഭിക്കും എന്ന വിശ്വാസത്തോടെ, ക്രിസ്റ്റോസെൻട്രിക് ആയിട്ടല്ലാതെ, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടല്ലാതെ ഒരു വിശ്വാസമില്ല എന്ന് തിരിച്ചറിയുവാനും, മാതാവിന് കൊടുക്കേണ്ടത് ബഹുമാനമാണെന്നും, യേശുക്രിസ്തുവിൻ്റെ അമ്മ മാതാവ് ഒരിക്കലും ഒരു കച്ചവട വസ്തു അല്ലെന്നും, മാതാവാണ് ഈ ലോകത്തെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഒരു മനുഷ്യ സ്ത്രീ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ അമ്മ മാതാവിനെ, സ്വർഗത്തിലിരിക്കുന്ന മാതാവിനെ പൂർണ്ണ ബഹുമാനത്തോടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട്, എന്നാൽ കച്ചവടക്കാരുണ്ടാക്കുന്ന കൃപാസനത്തെ പോലെയുള്ള ഇവിടെയുള്ള സോക്കോൾഡ് പ്രബോധകർ നടത്തുന്ന തെറ്റായ പ്രബോധനങ്ങളിലൂടെ വിശ്വാസികളുടെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിക്കുന്ന കച്ചവട മാതാവിനെ മാത്രം ആണ് ഞാൻ എതിർക്കുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.
ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ ആശ്രയിപ്പാൻ, രക്ഷയ്ക്ക് ഏക ആശ്രയം ക്രിസ്തുവായിരിക്കാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.